ഹലോ എവരിവൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. തുടർച്ചയായ 6ാമത്തെ തവണയും UGC നെറ്റ് റിസൾട്ട്സിൽ കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഐഫറിൻ്റെ വിന്നേഴ്സിനെ പരിചയപ്പെടുന്ന പ്രോഗ്രാമാണ്. നമുക്കറിയാമല്ലേ, ഓരോ വിജയികൾക്കും അവരുടെ ഓരോ കഥകളുണ്ടാവും. അവരുടെ കഥകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പം ചില കാര്യങ്ങൾ നമ്മളെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് വിജയികളെ പരിചയപ്പെടുത്തുന്നതും അവരുടെ അനുഭവ കഥകൾ പറയുന്നതും. ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഹഫ്സ ആണ്. ഹഫ്സ ഡിസംബർ 2025 ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ആള് ഇത്രയും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നെറ്റ് നേടിയെടുക്കുന്നത്. അത് ഭയങ്കര വലിയ സംഭവമാണ്. നമുക്ക് നേരിട്ട് അതിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ഹഫ്സ. ഞാൻ ഡിഗ്രി PG കഴിഞ്ഞിട്ട് 2015 കഴിഞ്ഞതാണ്. പിന്നെ അതിനുശേഷം ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. വേറെ കോർപ്പറേറ്റ്സിലും കാര്യങ്ങളായിട്ട് 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു 2024 എൻ്റെയൊക്കെ ആയപ്പോഴാണ് എനിക്ക് തിരിച്ച് ലിറ്ററേച്ചറിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം വന്നത്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, സിലബസിൻ്റെ ഡിഫറൻസ്, ഇതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമിൽ നെറ്റിൽ ഫസ്റ്റ് അടിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഐഫറാണ്. അപ്പം തന്നെ വിളിച്ചു. ഞാൻ ആ ടൈമിൽ ഓഫീസിലിരിക്കായിരുന്നു. അപ്പം തന്നെ വിളിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്യുക ചെയ്തത്. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് റിക്വയർമെൻറ്റിൽ ഞാൻ പറഞ്ഞത് പഠിക്കാനുള്ളത് ഞാൻ പഠിച്ചോളാം, എല്ലാതും ഒന്ന് തന്നാൽ മതി എന്നുള്ളതായിരുന്നു. അത് അതേപോലെ കിട്ടുന്നുണ്ടായിരുന്നു. യെസ്, എല്ലാവർക്കും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി തന്നെ ആയിരിക്കും ഒരു 10 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഐഫറിലുണ്ട്. അതിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ആളുകളുണ്ട്. ചിലപ്പോൾ PG കഴിഞ്ഞു ജസ്റ്റ് ജോയിൻഡ് ആയ കുട്ടികൾ പോലും പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇത്രയും വാസ്റ്റാണ് സിലബസ്, ആ രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ 10 വർഷത്തിന് ശേഷം ഇതിലേക്ക് തിരിച്ചു വരാനും അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റിയത്? തുടങ്ങുമ്പോൾ നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. അത് കാണുമ്പം നമ്മൾ ഭയങ്കര ചെറുതായിപ്പോവും, ഭയങ്കര വറീഡായിപ്പോവും. അപ്പം പിന്നെ ഈ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഓക്കെ കുഞ്ഞു കുഞ്ഞു പോഡ്കാസ്റ്റാണ്. അപ്പം ഇതിങ്ങനെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഇതിങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പം ഇത് കേൾക്കൽ തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരു ചെറിയ മോട്ടിവേഷനൊക്കെ വരും. അപ്പോൾ വീട്ടിൽ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് എന്തായാലും ചെയ്യണം എന്നുള്ളൊരു തോട്ട് മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ പോർഷന് വാസ്റ്റ് ആയതിൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ കുറച്ച് ടൈം എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ടും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും തോന്നുന്നു എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ സ്പെഷ്യലൊന്നുമല്ല, എനിക്ക് മാത്രമല്ലല്ലോ ഇത് ഇത്രയും വലിയ പോർഷൻ, എല്ലാവരും ഇതേ പോലെയാണ്. അപ്പം നമുക്ക് പറ്റുന്നത് ചെയ്താൽ മതി എന്നുള്ളതായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എക്സാമിൻ്റെ തലേ ദിവസം വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് ഉമ്മ ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയുള്ളത് എൻ്റെ കയ്യിലുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു തോട്ട് മൈൻഡിൽ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കിട്ടുന്നതും കിട്ടാത്തതും നമ്മുടെ കയ്യിലല്ല, കട്ട് ഓഫും കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. അപ്പോൾ പഠിക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, കോർപ്പറേറ്റ് ജോബിന്ന് നമ്മൾ തിരിച്ച് പഠനത്തിലേക്കുള്ളൊരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. ലൈക്ക് എല്ലാവരും എന്താ വെച്ചാൽ പഠിച്ചു കഴിഞ്ഞിട്ട് ജോബിലേക്ക് പോകുന്നു, തിരിച്ച് ഈ ഇത്രയും വർഷം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തു. ഓഫ് കോഴ്സ് അവിടുത്തെ ജോലിയും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ടാവും. തിരിച്ച് പഠനത്തിലേക്ക് എത്തിയ സമയത്ത് എങ്ങനെയായിരുന്നു അതിനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ എനിക്ക് കുറച്ച് ലക്കി ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ കോൺസ്റ്റൻ്റ്ലി അപ്സ്കിൽ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പഠിക്കേണ്ടത്. കാരണം പുതിയ ഫീൽഡാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ പഠിക്കുന്ന പ്രോസസ്സെന്ന് വിട്ടിട്ടൊന്നുമില്ല. ഞാൻ ഒരിക്കലും ഒരു ടെക്നിക്കൽ പേഴ്സൺ അല്ല എന്ന് വിചാരിച്ചിട്ട് പോലും കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളും കൂടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പഠിക്കുന്നതൊരു ബുദ്ധിമുട്ടായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല, പഠിക്കാൻ പറ്റും എന്നറിയായിരുന്നു. പക്ഷേ ഈ ഒരു പഠിക്കുന്ന അത്ര ഡിഫിക്കൽട്ടി ആയിട്ടല്ല തോന്നിയത്. പക്ഷെ ഇത് തിരിച്ചു വരുന്നത് ഓർമ്മയുള്ളത് എന്താ കേട്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ പഠിക്കുന്നത് തന്നെ കുറച്ച് പേരെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടാ ഇവർക്ക് ഓർമ്മയുള്ള പകുതി സാധനങ്ങൾ എനിക്ക് ഓർമ്മയില്ല. കാരണം അവർ ഇപ്പൊ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ എല്ലാതൊന്നും ഓർമ്മ ഉണ്ടാവാനും പോണില്ല. അപ്പൊ കുഴപ്പമില്ല, മാക്സിമം എല്ലാതും കണ്ടിരിക്കുക, പരിചയപ്പെടാന്നുള്ളൊരു അപ്രോച്ച് ആയിരുന്നു. എങ്ങനെയായിരുന്നു നമുക്ക് ലിറ്ററേച്ചർ സ്റ്റുഡൻസിനൊക്കെ ഉള്ളൊരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും.
പക്ഷേ ചോദ്യം കാണുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് അവിടെ ഒന്ന് പതറി പോകുന്നുണ്ട്. കാരണം സിലബസിന് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. സിലബസ് തന്നെ ഒരു ഇതാണ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രോപ്പർ ആയിട്ട് ക്ലിയർ കട്ട് നമുക്ക് ടോപ്പിക്സ് പറയുന്നില്ല. സ്റ്റിൽ കുട്ടികളുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പഠിച്ചതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത്. അപ്പം അതിൽ എങ്ങനെയായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ, അതിൻ്റെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യണം, അതൊക്കെ എങ്ങനെയായിരുന്നു കറക്റ്റ് ബാലൻസ് ചെയ്തത്? എനിക്കൊരു ലേണിംഗ് പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പേപ്പർ വൺ സ്ട്രോങ് ആക്കുക, അതാണ് മെയിൻ പോയിന്റ് ഉണ്ടായിരുന്നത്. അപ്പം മാക്സിമം ആൻസർ ചെയ്യാൻ പറ്റണം പേപ്പർ 1 എന്നുള്ളതായിരുന്നു. എന്നുവെച്ച് പേപ്പർ 2 വിടാനും പറ്റില്ല. അപ്പോൾ പേപ്പർ 1 എല്ലാ ദിവസവും കുറേ എനിക്ക് തോന്നുന്നു സാറ് കുറേ മെമ്മറൈസേഷൻ ടെക്നിക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് എല്ലാതും മറന്നു പോകും. അപ്പോൾ കുറച്ച് സ്പെസിഫിക് ടോപ്പിക്സ് ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചു. അത് എഴുതി വെച്ചിട്ട് ഞാൻ എൻ്റെ റൂമിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ഇപ്പം എഡ്യൂക്കേഷണൽ റിഫോംസ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ആ സംഭവങ്ങളൊക്കെ മാത്രം ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി റിക്കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിയർ ആയിട്ട് എന്തായാലും വരും എന്നുള്ളൊരു ഒറ്റ ടോപ്പിക്കാണ് പേപ്പർ 2 ഞാൻ ആ ചുമരിലൊട്ടിച്ച് വെച്ചിട്ടുള്ളൂ. കാരണം കുറേ ബുക്സാണ്, അപ്പം എല്ലാതും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അത് മാത്രമേ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുൾ പേപ്പർ 1 ഐറ്റംസ് ആയിരുന്നു മേലെ ഇതിലുണ്ടായിരുന്നത്. അത് എല്ലാ ദിവസവും വെറുതെ ഇരിക്കുമ്പോൾ മോനുണ്ട്, അവനൊരു 9 വയസ്സായിട്ടുണ്ട്. അവൻ വെറുതെ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറയും ശരി ക്വിസ് ചെയ്യാന്ന് പറയും. അപ്പം അവൻ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇയർ പറയുക, ഏതാണെന്ന് പറയാം. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പേപ്പർ 2 ഈ പറഞ്ഞ മാതിരി അറിഞ്ഞിരിക്കണം കുറേയൊക്കെ. എനിക്കൊന്നും ലാസ്റ്റൊക്കെ എല്ലാം ആയപ്പം 1-2 ടോപ്പിക്സ് വിട്ടുപോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു, മറ്റേ മാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാമിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മാം പറഞ്ഞു അതിന് അത്ര നോക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബുക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി, അല്ലാതെ ബ്രോഡായിട്ട് ഫുള്ള് കവർ ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത്ര തന്നെ ചെയ്തോളൂ. ഞാൻ ഈ ലാസ്റ്റ് ഐഫറിന് മറ്റേ റിവിഷൻ നോട്ട്സ് ഇട്ടല്ലോ, അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ലാസ്റ്റ് ഡേ സ്ട്രെസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഇനി പുതിയതും ഒന്നും എടുക്കാൻ പോകില്ല. ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടില്ല. അല്ലാത്ത ദിവസമൊക്കെ കുറേ നേരം ഇരുന്നിട്ടുണ്ട്. തലേ ദിവസം ഞാൻ ഒരു 5 മണിയായപ്പോൾ എല്ലാം നിർത്തി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുകയൊക്കെ ആയിരുന്നു. അതുവരെ ഫോണിൽ തന്നെ ജസ്റ്റ് റിവിഷൻ നോട്ട്സിൽ ഭയങ്കര ക്വിക്ക് ഷോർട്ട് ആയിട്ടല്ലേ ഉണ്ടാവാം, അത് മാത്രം എല്ലാതും ഒന്നും കണ്ടു എന്ന് ഉറപ്പുവരുത്തി. ആണല്ലേ. അപ്പൊ ഈ പേപ്പർ 1 ഇത്രയും പഠിച്ചിട്ടുണ്ട്, അപ്പൊ അത് സ്ട്രോങ് ആക്കാന്നുള്ളതായിരുന്നു മെയിൻ എയിം എന്ന് പറഞ്ഞു. സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതിനനുസരിച്ച്? ഉണ്ടായിരുന്നു 70+ ഉണ്ടായിരുന്നു. അടിപൊളി. അല്ല, എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ മാത്സ് ഒക്കെ അപ്പം എളുപ്പമായിരുന്നു. എനിക്ക് ടൂ ഹാർഡല്ല, പക്ഷെ ചിലത് എനിക്ക് പെട്ടെന്ന് കത്തില്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം ജൂണിൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മാത്സ് ഫസ്റ്റ് ചെയ്തു. കാരണം കുറേ കഴിഞ്ഞിട്ട് മാത്സ് ഇങ്ങനെ ഫോർമുല വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാനതൊന്ന് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം മാത്സ് കുറച്ച് വറീഡാണെങ്കിൽ ഇപ്പം നോക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്. കാരണം ബേസ് ഫോർമുലാസ് വെച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, കൂട്ടുക കുറക്കുക അങ്ങനത്തെ ഫാക്ടറൈസേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സാമിൻ്റെ ഒരു 1 മന്തോ 3 വീക്സിൻ്റെ മുന്നെയാണ് ഞാൻ മാത്സ് എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് അത് അത്രയും ഫ്രഷ് ആയിട്ട് മൈൻഡിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് പക്ഷെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം വെച്ചിട്ട് ലാസ്റ്റത്തെ ഒരു 3 ആഴ്ച ഒരു ദിവസം 1-2 ഡേറ്റ പ്രോബ്ലംസ് തന്നെ സോൾവ് ചെയ്യും, ഡിഫറെൻറ്റ് ടൈപ്സ്. അതൊരു കമ്പൈൽ ചെയ്തിട്ട് ഒരു സെറ്റ് സാറ് തന്നിട്ടുണ്ടായിരുന്നു. അതിന് സാറിന് ക്ലാസ് കേട്ടിട്ട് ഡിഫറെൻ്റ് ഉള്ളത് മാർക്ക് ചെയ്ത് വെച്ചു. ഞാൻ ഏതാണ് എല്ലാ ടൈപ്പും ചെയ്യുമ്പോൾ ഒരുവിധം മറ്റേ മാത്സും ഇതിൽ പെടുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും എല്ലാം അങ്ങനത്തെ എല്ലാതും ചെയ്തു. ഞാൻ ഒരു ദിവസം വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കിയില്ല, ഡേറ്റ വെച്ചിട്ടാണ് ബാക്കിയുള്ള മാത്സ് കവർ ചെയ്യാൻ. ശരിയാണല്ലോ, അതിന്ന് കിട്ടുന്ന ബേസിക് സാധനങ്ങളൊക്കെ നമുക്ക് മാത്സിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണല്ലേ. ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് പറയുന്നവൻ, എനിക്കൊക്കെ പോലും ഈ പറഞ്ഞ പോലെ മാത്സ് ഭയങ്കര ഒരു വില്ലനായിട്ട് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ നമ്മളൊരു എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ എല്ലാം നമുക്ക് പറ്റും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലേ. സെപ്പറേറ്റ് സിമ്പിൾ സംസ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ഡേറ്റ വെച്ചിട്ടാണ്. കാരണം ഡേറ്റയില്
ഒരുവിധം എല്ലാ ടൈപ്സും വരുന്നുണ്ട്, മറ്റേൽ വരുന്ന അതേ സംഭവങ്ങൾ വരുന്നുണ്ട്. ആരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, മേ ബി എക്സും വൈ ഒക്കെ മാച്ചിൽ കാണുന്ന സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് അത് ലീവ് ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതൽ. ഡേറ്റയില് എല്ലാ ടൈപ്സും കവർ ചെയ്താൽ തന്നെ സിമ്പിൾ ആയിട്ട് വരുന്ന മാത്തിൽ സെയിം സാധനം അപ്ലൈ ചെയ്താൽ കൊടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തതിൽ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഐഫറിന്റെ ആപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ടെസ്റ്റുകളായിട്ടും വീഡിയോസ് ആയിട്ടും നോട്ട്സ് ആയിട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മോട്ടിവേഷണൽ ആയിട്ട് പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഫാക്ടർ പറഞ്ഞാൽ ഏതായിരിക്കും ഏറ്റവും മുകളിൽ നിൽക്കുന്നൊരു? എനിക്ക് ലാസ്റ്റ് വരുന്ന എക്സാമിനോട് അടുപ്പിച്ചിട്ട് JRF ക്ലബ്ബ് വരുമല്ലോ, എനിക്ക് രണ്ടാമത്തെ സെറ്റിൽ ഞാൻ ചില സബ്ജക്ട്സ് ഉണ്ടല്ലോ നമുക്ക് വിട്ട് കളയാന്ന് തോന്നുന്ന സബ്ജക്ട്സ്, പക്ഷെ വിട്ട് കളയരുത് ആക്ച്വലി. അതൊക്കെ ഞാൻ JRF ക്ലബ്ബ് മാത്രമാണ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫുള്ള് ക്ലാസ്സസ് ചിലപ്പോൾ ഇരിക്കാൻ പറ്റാറില്ല. JRF ക്ലബ്ബിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉപകാരം എന്താന്ന് വെച്ചാൽ നമുക്ക് മാരത്തോൺസ്, നമുക്ക് പ്രീമിയർ മാരത്തോൺസ് ഫുൾ എന്താണെന്നൊരു ഐഡിയ നല്ല ക്ലിയർ കട്ടായിട്ട് കിട്ടും. സാർ നോട്ട് എഴുതരുതെന്ന് പറയാറുണ്ട്, പക്ഷെ ഞാൻ നോട്ട് വെച്ചിട്ട് ഇരിക്കല്, ഫുള്ളൊന്നും എഴുതില്ല. റെക്കോർഡിങ് ഒക്കെ വെക്കല് യൂഷ്വലി. എനിക്ക് രാത്രി ഓവർനൈറ്റ് അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ഞാൻ രാത്രി ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് റെക്കോർഡിങ് വെയിറ്റ് ചെയ്യും. റെക്കോർഡിങ് നമ്മുടെ ഇതിന് പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അത് കേൾക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു ബുക്ക് വെച്ചിട്ട് ഇരിക്കും. എന്നിട്ട് എന്താ ടോപ്പിക് എന്നുള്ളത്, അതിൽ പുതിയത് എന്താ ഉള്ളതെന്ന് മാത്രം മെയിനായിട്ട് നോട്ട് ചെയ്യും. അല്ലാത്ത ടോപ്പിക്സ് റിവൈസ് ചെയ്യുമ്പോൾ ഇത് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയപ്പോ ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവല്ലേ. അല്ല ഇത്രയും നമ്മൾ സ്ട്രെച്ചിൽ ഒരു ക്ലാസ് കിട്ടുന്ന സമയത്ത് പ്രീമിയം മാരത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനും പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു മെജോറിറ്റി പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ. പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയും. അപ്പൊ അത് മാത്രം അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതായാലും എക്സാമിന്റെ അടുത്തായപ്പോഴത്തേനും ഒരു 300 പേജിന്റെ ബുക്ക് എൻ്റെ അടുത്ത് ഷോർട്ട് നോട്ട്സിന്റെ കുഞ്ഞിതായിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ലാസ്റ്റത്തെ ദിവസം ജസ്റ്റ് ഒന്ന് കണ്ടത്. അതൊക്കെ കാണുമ്പോ ഒരു രസം ഉണ്ടാവല്ലേ. കൊടുക്കുന്നില്ല അത് ക്വാളിഫൈ ചെയ്തിട്ടൊക്കെ ഇരിക്കും. ഈ പറഞ്ഞ പോലെ നമുക്കിനി അത് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മളുടെ ഒരു എഫേർട്ട് ആണല്ലോ. അല്ല നമ്മൾ ഈ ഒരു കുറച്ച് പീരീഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാധനമാണല്ലോ. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, നമ്മള് എവിടെ എത്തിയാലും നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ലിറ്ററേച്ചർ, അതിനോടുള്ള ഇഷ്ടം. അപ്പൊ കൂടുതൽ ഇനി ലിറ്ററേച്ചറിലേക്ക് പഠിക്കാൻ തന്നെ ആണല്ലോ അല്ലെ പ്ലാന്? അതെ അതെ, എനിക്ക് PhD താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ടോപ്പിക്സും കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതിന് പുറമെ എനിക്ക് കുറെ കാലമായിട്ട് ടീച്ചിങ് ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നുള്ളൊരു ടോപ്പിക്കും കൂടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം അതിൻ്റെയും പഠിക്കുന്നുണ്ട്. യെസ്, എന്തായാലും ഈ പറഞ്ഞതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സംഗതി നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് എന്നൊക്കെ പറയും. അപ്പൊ അതിൽ അത്രയും ത്രില്ലുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം മേ ബി തിരിച്ചു വന്നിട്ടും അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയതും ഇനി ഫ്യൂച്ചറിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ. അപ്പൊ എന്തായാലും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇനിയിപ്പം നമ്മളുടെ ഇനി ഈ ഒരു ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? മെയിനായിട്ട് പറയാനുള്ളത്, പോർഷൻസ് കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവുമ്പം ഉള്ളതും കൂടെ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് വിചാരിക്കുന്നത് നമ്മളിൽ അതേപോലത്തെ ആൾക്കാരാണ് അപ്പുറം ഉള്ള, അവർക്കും ഇതേ പോർഷനും ഇത്രയും വാസ്റ്റുമാണ്. എല്ലാവർക്കും ആർക്കും എത്തിപ്പോകാൻ പോകുന്നില്ല. കവർ ചെയ്തിട്ട് ഇത് തീർന്നിട്ട് അടുത്തത് എടുക്കുക, അത് പറ്റില്ല. ഓൾസോ നോട്ട്സ് എടുക്കുമ്പം എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്നുള്ളത് നമ്മൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെ ഈ സബ്ജക്ട് മറ്റേ നമുക്കത് തീരണം എന്നുള്ളൊരു സാധനം അത് ഞാൻ ഫസ്റ്റ് ചെയ്തായിരുന്നു. മൾട്ടിപ്പിൾ ബുക്സ് പെർഫെക്റ്റ് ആവാന്നുള്ളൊരു സാധനം. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റിൽ ഞാൻ ചെയ്ത ഒരൊറ്റ നോട്ട്ബുക്ക്, അതിൽ അപ്പം ഞാൻ പഠിക്കുന്നത് അത് മിക്സ് ആയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പേപ്പർ 1 ആണ് പേപ്പർ 2 ആണെന്നൊന്നുമില്ല, ഹെഡിങ് എഴുതിയിട്ട് മിക്സ് ചെയ്തിട്ട് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈൻഡ് രസമായിരിക്കും അല്ലേ? അതായത് ഒരു മൊഡ്യൂള് പഠിക്കുന്നതിന് പകരം ഡിഫറെന്റ് ടോപ്പിക്സ്. അതെ, ഒരു മടുപ്പ് വരില്ല. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെന്തോ ആണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മൈൻഡിലും എളുപ്പം സ്വിച്ച് ചെയ്യാൻ പറ്റും. മറ്റേ നമുക്കൊരു പെട്ടെന്ന് ഒന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് മാറുമ്പോൾ ഒരു ചെറിയൊരു ട്രബിൾ ഉണ്ടാവില്ലേ, അതിന്ന് കുറച്ച് റിക്കവർ ആവാൻ പറ്റും. കാരണം നമ്മുടെ നോട്ട്സേ ഫുള്ള് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ടോപ്പിക്സിലേക്ക് പോകുന്നു, അതിലും ഒരു ത്രില്ല് ഉണ്ടല്ലേ. അതെ അതെ, പെട്ടെന്ന് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ഒക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വേറെ എന്തോ ആണ്. പക്ഷെ അത് അങ്ങനെ ചെയ്യാം. പിന്നെ നല്ല ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് ഭാഗമുണ്ട്. അത് നമുക്ക് എത്രത്തോളം
ലിറ്ററേച്ചറിന് റെലവെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് എങ്ങനെ പഠിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗം വരുമ്പോൾ. അതിപ്പോ പേപ്പർ 1 കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. പേപ്പർ 2 നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജി വരുന്നുണ്ട്. അത് ബേസിക്സ് ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങള്. അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് അത് ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് യൂഷ്വലി വിഷ്വൽ മെമ്മറി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മൈൻഡിൽ ഇതിവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള മെമ്മറി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ കളർ പെൻസ് പല പല കളർ എടുത്തിട്ട് ഈ ടോപ്പിക്കിൽ ഈ കീവേഡ്സ് മാത്രം സർക്കിൾ ചെയ്തിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷെ ഇതിന് ഈ വേർഡാണ് വരിക എല്ലാ കീവേഡ്സ് മാത്രം സർക്കിൾ ചെയ്ത് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാമിന്. ഒരു എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യന് റിലേറ്റഡ് വന്നിട്ട് എനിക്ക് ഓക്കെ ഇത് വന്നാൽ ഇതാണ് എന്നുള്ളൊരു ഐഡിയ വന്നതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ PYQ ഡിസ്കഷൻസ് ലാസ്റ്റ് വന്ന ഡെയിലി ടെസ്റ്റ് PYQs ആക്കിയത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് PYQ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ ഡെയിലി ടെസ്റ്റ് PYQ ആയതോടുകൂടി അത് PYQs കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു എല്ലാ സെഷൻസും കവർ ചെയ്ത് വരുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നല്ല മനസ്സിലാവാൻ തുടങ്ങി. പേപ്പർ 1 എസ്പെഷ്യലി നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതാണ് അതിന്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ നമ്മൾ ഷിഫ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞൊരു ഷിഫ്റ്റിൽ നമുക്ക് 11 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭയങ്കര സിമിലർ ആയിരിക്കും. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഒരു 11 ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 500 സംതിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് തറവ് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ടെസ്റ്റ് എന്നുള്ളത് PYQലേക്ക് ആക്കിയതും അതിന്റെ ഡിസ്കഷനും കൂടെ കൊണ്ടുവന്നത്. അപ്പൊ കുറച്ചും കൂടെ അതാണ് PYQs. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം എന്നുള്ളതാണല്ലേ. PYQ അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ എനിക്ക് അത് സെറ്റ് ആവില്ല. അപ്പൊ ഡിസ്കഷൻ ആയപ്പോ എനിക്ക് ആൻസർ ചെയ്യണം എന്നുള്ള പ്രഷർ ഇല്ല, എന്നാ നല്ല ഐഡിയ കിട്ടുന്നുണ്ട്. ഡെയിലി നമുക്ക് 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ. ഫോക്കസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഏതാണ് ഏരിയ എന്നുള്ള ഒരു ക്ലാരിറ്റി വരുമ്പോ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്തായാലും വിചാരിച്ച പോലെ ഫ്യൂച്ചറിലേക്ക് പഠനവും അതുപോലെ തന്നെ റിസർച്ച് കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.